ടു യൂട്യൂബ് ചാനൽ വിസ്മി. അപ്പോൾ ഇന്നത്തേൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ എൻ്റെ ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണിത് ചെയ്യുന്നത്. എൻ്റെ ഓരോ വൈകുന്നേരങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനെന്തായാലും താഴെ കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിൽ നിന്നാണ് തുടക്കം. കാരണം നാളത്തേക്കുള്ള മാവ് അരച്ച് വയ്ക്കാനുണ്ട്. പിന്നെ സാമ്പാറിന് അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആക്കുന്ന സമയത്ത് സാമ്പാറൊക്കെ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വയ്ക്കില്ല. അപ്പോൾ അതിന് സാമ്പാർ ഉണ്ടാക്കണം, മാവ് അരച്ച് വയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം ആക്കിയിട്ട് തന്നെയാവും തുടക്കം. അപ്പോൾ വേഗം കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വേഗം താഴെ കിച്ചണിലേക്ക് പോവാം അല്ലേ. അപ്പോൾ അങ്ങനെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ സാമ്പാർ അങ്ങ് വെക്കാം, കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് ബാക്കിയെല്ലാം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ആദ്യം അതാണ് ചെയ്യുന്നത്. അതിനിടയിൽ കുറച്ച് ഒരു അപ്പാപ്പൻ്റെയും മോളിലെയും കുറച്ച് കലാപരിപാടികളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ അധികം സമയം കളയാതെ വേഗം കഷ്ണങ്ങളൊക്കെ നുറുക്കി വൃത്തിയാക്കിയിട്ട് വേവിക്കാൻ വയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പാപ്പ അതിനിടയ്ക്ക് ചായ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പാപ്പ ഞാൻ വീഡിയോ എടുക്കുന്നതിലേക്കാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ വേഗം കഷ്ണങ്ങളൊക്കെ നുറുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോളുടെ ഒരു എൻട്രി. പെട്ടെന്ന് ഉമ്മച്ചി അതാ പുറത്തൊരു കൂറാന്ന് പറയുന്നത്. അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല, അവൾക്ക് എനിക്ക് കാണിച്ചു തന്നേ പറ്റും. അങ്ങനെ വേഗം അവളുടെ കൂടെ ഒന്ന് പോയി നോക്കി വേഗം തിരിച്ചു വന്ന് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അങ്ങ് പൂർത്തിയാക്കാൻ വിചാരിച്ചിട്ടോ. അല്ലാണ്ട് ഞാൻ അവളുടെ പിന്നാലെ അങ്ങനെ നടന്നങ്ങ് പോകും, ഒരു പണിയും കഴിയുമില്ല, ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ വേഗം അതങ്ങ് തീർക്കാൻ വിചാരിച്ച് ആളെ പോയി കടന്നടോ. അപ്പം അങ്ങനെ വേഗം കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞപ്പോൾ കുക്കർ പുറത്താണല്ലേ. അപ്പോൾ വേഗം കുക്കറെടുത്ത് കഴുകി അതിൽ പരിപ്പ് വേവിക്കാൻ വയ്ക്കണ്ടേ. അപ്പോൾ വേഗം കുക്കറൊന്ന് പുറത്തുനിന്ന് എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി കുക്കർ കഴുകിയിട്ടാണ് വയ്ക്കുകയെന്നുണ്ടെങ്കിലും പുറത്ത് വയ്ക്കുന്നതല്ലേ, നല്ലപോലെ കഴുകിയിട്ടെടുക്കുക. അങ്ങനെ വേഗം പരിപ്പ് വേവിക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നമ്മുടെ സാമ്പാർ പരിപ്പ് തീരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പരിപ്പിന് നല്ല ചിലവാണ്. അപ്പോൾ അപ്പാക്ക് നല്ല ഇഷ്ടമാണ് പരിപ്പ് വെച്ചിട്ട്, ദിവസം പരിപ്പ് കറി കൊടുത്ത് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് പരിപ്പിന് നല്ല ചിലവാണ് അവിടെ. അതിൽ ഞങ്ങൾ വേഗത ഞാൻ പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിന്നാരെ മോൾക്ക് ഇങ്ങനെ അരി കഴുകുക, പരിപ്പ് ഇങ്ങനെ ഓരോന്ന് കഴുകുക, പരിപ്പ് പയർ അതെന്ത് സാധനം ആയിക്കോട്ടെ അതൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ ആക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിതൊക്കെ അരി കഴുകാമെന്നാലും പരിപ്പ് അങ്ങനത്തെ എന്ത് കഴുകാമെന്നാലും ഓളം വരും പിന്നാലെ. തൊണ്ടയ്ക്കൊരു പിടുത്തം. അപ്പോൾ ഓളം പിന്നാലെ വന്നിട്ട് ഇത് കഴുകാൻ നിൽക്കല പണി എപ്പോഴും. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ പതിവ് തെറ്റിക്ക് എന്തായാലും എൻ്റെ മോള് തയ്യാറില്ല. അപ്പോൾ പിന്നെ ഞാൻ മാറ്റേണ്ട വിചാരിച്ച് അവളുടെ ഇഷ്ടം പോലെ ഒപ്പം നിന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തീരുമല്ലോ, പണി തീരുവോളം അവിടെ നിന്നോളും. പിന്നെ ഞാനിപ്പോൾ സാമ്പാർ വയ്ക്കാൻ നേരത്ത് പരിപ്പിൻ്റെ കൂടെ തന്നെ നല്ല വേവുള്ള കഷ്ണങ്ങൾ, ചേന, അങ്ങനത്തെ കിഴങ്ങ്, അങ്ങനത്തെ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കലാണ് പതിവ്. അതിനിടയ്ക്ക് പറയുന്ന മോള് അങ്ങ് ഇറങ്ങി പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പതിയെ പോകുമ്പോൾ ഓടിപ്പോവുക ചെയ്യാം, നല്ല പേടിയാണ്. കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയം നല്ലോണം വെള്ളമൊക്കെ ആവുമല്ലോ, അപ്പോൾ അതിലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ നല്ലോണം വേദനയായി പോകും വീണ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പതിയെ പോകാനാണ് പറയുന്നത്. പിന്നെ വേഗം അത് വെച്ച് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് പരിപ്പ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ തക്കാളിയും വെണ്ടയും മുരിങ്ങക്കയും പിന്നീട് അതാക്കലും, മുരിങ്ങക്കോല് ചിലപ്പോൾ അതിൻ്റെ കൂടെ ഇടാറുണ്ട്, പക്ഷെ മറന്നു പോയതാണ്. തക്കാളിയും വെണ്ടയും ലാസ്റ്റ് സെപ്പറേറ്റ് നല്ലപോലെ മൂപ്പിച്ചിടുക ചെയ്യാറ്. അപ്പോൾ അതങ്ങ് ചെയ്തു. പിന്നെ പാത്രങ്ങളെല്ലാം കൈയോടെ തന്നെ കഴുകി വയ്ക്കണം, എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരുപാടാകുകയല്ലേ. ഇത് കൈയോടെ ഓരോന്ന് എടുക്കുന്നത് തീർത്ത് കഴിഞ്ഞാൽ വലിയ പണിയില്ലല്ലോ. പിന്നെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട്, തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് പുളി ഞാൻ അതിലിടാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കഴുകി പിന്നെ ഒന്ന് കഴുകി ഇതാക്കിയിട്ടാണ്
പുളി പിന്നെ കുതിർത്താൻ വെച്ചത്. പിന്നെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുമ്പോഴത്തേക്ക് എന്താക്കാം, അരി അങ്ങ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് വേഗം അരി അരയ്ക്കുന്ന തിരക്കിലാണ്. അവൻ ഇഡലിക്കുള്ളതായതുകൊണ്ട് അത്ര അങ്ങ് ഇതാക്കി അരച്ചിട്ടില്ല. ഞാൻ അരി അരച്ച ജാറും ഒക്കെ കഴുകി വെച്ച് പിന്നെ ആ അരച്ച മാവിൽ ഒരെണ്ണത്തിന് നല്ലപോലെ ഉപ്പിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടതിൽ ഉപ്പിട്ട് വെച്ച് ബാക്കി ഒരെണ്ണം നാളെ അത് കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ്. അതിൽ ഉപ്പിട്ടിട്ടില്ല. അത് ദോശയ്ക്കുള്ള അരപ്പാണ്, നല്ലോണം ലൂസാക്കി അരച്ചതാണ്. അതൊന്ന് ചൂട് തണിഞ്ഞാൽ അരച്ച പാടാനുള്ള ചൂടുണ്ടാകുകയില്ല. അത് തണിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ള തലേ ദിവസം എടുത്ത് വയ്ക്കണം എന്നത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് വെച്ച് സൈഡിലൊക്കെ തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇത് ഉപ്പ് ക്ലീനാക്കി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ പറ്റിപ്പിടിച്ച് ആകെ വൃത്തികേടായിപ്പോവും. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ കുക്കറൊന്ന് ഓഫാക്കിയിരുന്നു കേട്ടോ. വെന്തിട്ടുണ്ടായിരുന്നു, കഷ്ണങ്ങൾ പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയെല്ലാം അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തുറക്കാൻ പാകത്തിനായിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത സ്റ്റൗവിൽ ഞാൻ മുരിങ്ങാക്കോലൊന്നും വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വേവിക്കാൻ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞളും ഉപ്പിട്ടിട്ടാണ് വെച്ചത്. അല്ലാണ്ട് മുരിങ്ങാക്കോലിൽ മഞ്ഞളും ഉപ്പൊന്നും പിടിക്കുകയല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വയ്ക്കാൻ വിചാരിച്ച്. ചോറൊക്കെ കലത്തുനിന്ന് മാറ്റി ചെറിയ പാത്രങ്ങളിലേക്കൊക്കെ ആക്കി കറികളൊക്കെ മാറ്റി വെച്ചാൽ പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വലിയ പണികൾ ഉണ്ടാകുകയില്ലല്ലോ. അതെല്ലാം ചെറിയ പാത്രങ്ങളായതുകൊണ്ട് വേഗം കൈയോടെ കഴുകി തീരും. അപ്പോൾ അതും ചെയ്ത് ഇപ്പോൾ പിന്നെ അപ്പോഴത്തേക്കും മുരിങ്ങക്കോല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ മറ്റേ വെണ്ട ഒന്ന് വറുക്കാനൊക്കെ ഇട്ടിരുന്നേ. അപ്പോൾ അതിലും ഒന്ന് ചേർത്താണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പണി ചെയ്യുന്നതുകൊണ്ട് അങ്ങ് കഴിഞ്ഞു പോകും. അതായത് സാമ്പാറാക്കാൻ വെച്ചിട്ടാകുമ്പോൾ ബാക്കി എല്ലാ പണിയും അതിൻ്റെ കൂടെ നമ്മൾ അറിയാണ്ട് അങ്ങ് തീർന്നു പോകും. പിന്നെ കുറച്ച് മോരുകറി ഉണ്ട്. ഇവിടെ മോരുകറി സ്ഥിരം എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. മോരുകറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അവൾക്ക് ചോറ് കഴിക്കാൻ. അതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അതെല്ലാം ചെയ്ത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വേഗം കഴുകി വെച്ച്. കൈയോടെ ഓരോ പാത്രങ്ങൾ കഴുകുന്നതുകൊണ്ട് വലിയ രീതിയിൽ കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ച് വേഗം കഴുകി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഉള്ളിയും തക്കാളി വെണ്ടയൊക്കെ നല്ലോണം പോലെ വഴറ്റി വെച്ച് മുരിങ്ങക്കോലൊക്കെ നേരിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതിൽ വറവിട്ടെടുക്കാനുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ കോള് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എന്താണെന്ന് നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു. അതിൽ വേഗം കടുകെല്ലാം പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് പിന്നെ മസാലയിട്ട് നല്ലോണം ഒന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുത്ത് പിന്നീട് ആ മസാലയിലേക്കാണ് കേട്ടോ ഞാൻ പുളി പിഴിഞ്ഞതൊഴിച്ച് എന്നിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മസാല. അപ്പോൾ നല്ലോണം ഇപ്പോൾ മസാല പിടിച്ച് കിട്ടാറുണ്ട്. എനിക്കറിയാം കേട്ടോ, ഞാൻ വയ്ക്കുന്ന രീതിയാണിത്. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ ആക്കി. ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്നതാണെന്ന് അപ്പാപ്പം ഇങ്ങനെ ഓരോന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് വെക്കും എന്തെങ്കിലുമൊക്കെ. ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്ന കാണുമ്പോൾ അതിനോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ എന്നൊക്കെ വന്ന് പറഞ്ഞു തരുമൊക്കെ ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞ് വേഗം ഗ്യാസെല്ലാം തുടച്ചിട്ട് ഈ കടുകൊക്കെ തളിച്ച് കഴിഞ്ഞ് ഗ്യാസിൻ്റെ സൈഡിൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം വേഗം ആക്കിയിട്ട് ഞാൻ തുടച്ചിട്ട് അതിന് ശേഷം അവിടെ സിങ്കെല്ലാം ഒന്ന് കഴുകിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയെടുത്ത്
പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. നമ്മൾ പൂച്ചയ്ക്ക് എടുത്ത് വയ്ക്കുന്നതാണിത്. ഇങ്ങനെ ചിക്കനും മീനൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം കൊടുത്ത് ആ പാത്രം ഒന്ന് ക്ലീനാക്കി, പിന്നെ നമ്മുടെ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങളും ക്ലീനാക്കി വെച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതൊന്ന് കഴുകി അവിടെ തന്നെ കമഴ്ത്തി വെച്ചിട്ട്, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വേസ്റ്റൊക്കെ അതിൽ തന്നെ ഇടൽ. പിന്നെ വേഗം കിച്ചണും വർക്ക് ഏരിയ ഒന്ന് അടിച്ചു വാരി തുളച്ചിടാമെന്ന് വിചാരിച്ച് വേഗം പണിയിലേക്ക് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ച പാത്രങ്ങളല്ലേ കഴുകാനുണ്ടോ, ഈ പണിയെല്ലാം അങ്ങ് തീർത്ത് വെച്ചാൽ വലിയ പണി ഉണ്ടാകുകയല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് തുടയ്ക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ മോള് ഇങ്ങനെ നടക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ തുടയ്ക്കുന്നതിൻ്റെ ഇടയിലൂടെ നടന്നിട്ട് വീഴ്ചയാണ് അവൾക്ക് പണി. അപ്പോൾ അതിനിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലേ. മോള് കാർട്ടൂൺ കാണുന്നുണ്ടേ, അതുകൊണ്ടാണ്. മോളോട് തുടയ്ക്കുന്നിടത്തിലൂടെ ഓടി നടക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ വല്ലാത്ത സങ്കടമായിപ്പോയി. അപ്പോൾ അത് ആ സങ്കടം ഒന്ന് മാറ്റാൻ എടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പെട്ടെന്ന് സങ്കടം എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു. പണിയെല്ലാം കഴിഞ്ഞല്ലേ, വേഗം ഫുഡും കഴിച്ച് പോയി കിടക്കാമല്ലോ വിചാരിച്ച്. പിന്നെ മോളുറങ്ങി കിട്ടാൻ കുറച്ച് സമയമാവുള്ളൂ. പകൽ നല്ലോണം കിടന്നുറങ്ങുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും. എന്നാലും ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ വിചാരിച്ചിട്ട് വേഗം അങ്ങ് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. വലിയ വിഭവങ്ങളൊന്നും രാത്രിയത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഉച്ചത്തേക്കുള്ള തന്നെ. പിന്നെ സാമ്പാർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം മേളിലോട്ട് കയറിയിരുന്നു. കുറച്ച് നേരം ഒന്ന് TV കാണാൻ വിചാരിച്ചിട്ടോ. അതിന് കുറച്ച് സ്നാക്സും അതുപോലെ മുസന്തി ഉണ്ടായിരുന്നു, അതും ഉപ്പും പഞ്ചസാരയും കുറച്ചൊരു മുളക് പൊടി ഇട്ടിട്ട് എടുത്തിട്ട് മോള് കഴിക്കുന്നുണ്ട്, അധികം എടുത്തിട്ടുണ്ടായില്ല. അതും കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് TV കണ്ടേ. പിന്നെ വേഗം ഒന്ന് പോയി മേലെ കഴുകി വന്ന്, ചൂടത്ത് മേലെ കഴുകേണ്ട എന്തായാലും കിടക്കാനാകില്ല. അപ്പോൾ വേഗം ഒന്ന് മോളെ മേലെ കഴുകിച്ചിറക്കി ഞാനും മേലെ കഴുകി ഇറങ്ങി. പിന്നെ കുറച്ച് നൈറ്റ് കെയറുകളാണ്, കമ്മലൊക്കെ ഒന്ന് ഊരി വെച്ച് മുടിയെല്ലാം ഒന്ന് ചീകി ഒതുക്കി ഹെയർ കെയറൊക്കെ ചെയ്ത് പിന്നിട്ട് വെച്ച്, പിന്നെ സ്കിൻ കെയറും ചെയ്ത് മോൾക്ക് അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് രാത്രി ചൂടില്ലാത്ത രീതിയിലൊരു കോട്ടൻ്റെ ഉടുപ്പ് ഇട്ട് കൊടുത്ത് ഞാനുള്ള മുടിയെല്ലാം ഒന്ന് അഴിച്ച് കെട്ടുന്നുണ്ട്. മുടി അഴിച്ച് കെട്ടുന്ന അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അതിനാണ് ആ കരച്ചിലുള്ളത്. മുടി കെട്ടണ്ട എന്ന് പറയണ്ടാന്ന്. മുടി കെട്ടാണ്ട് കിടന്നാൽ ചൂടാന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ആകെ കെട്ട് വേണേണ്ടുണ്ടാവും. അപ്പോൾ അതോരോന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നതിനാണ് ഈ കരച്ചിൽ. അതിനിടയിൽ എന്നെ മാന്താനും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കയ്യെത്തിപ്പോയില്ല. അപ്പോൾ വേഗം ഉള്ള മുടിയും കെട്ടിക്കൊടുത്ത് എന്നാൽ വേഗം നമുക്ക് കിടന്നുറങ്ങാം, ഉമ്മച്ചി കുറച്ച് കഥയൊക്കെ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഒരുവിധം സമ്മതിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഈവനിങ് വ്ലോഗ് ആയിട്ട് തുടങ്ങിയതാണ്, ഇത്രയും സമയമായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വൈകുന്നേരങ്ങൾ, എൻ്റെ രാത്രികൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇവിടെ നിർത്തുക കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഞങ്ങൾ കിടന്നുറങ്ങട്ടെ, സമയം 11:30 ആവാനായി. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്നത്തെയും പോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ ഓൾക്ക് ഇങ്ങനെ ഓരോ പണി കൊടുക്കുമ്പോൾ ഓൾക്ക് നല്ല ഇൻട്രസ്റ്റാണ് ഓരോന്നും ചെയ്യാൻ. അപ്പോൾ കർട്ടൻ താഴ്ത്തിയിടാൻ പറയുമ്പോൾ ഉള്ള ആ കരച്ചിലും വശക്കയിലങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കർട്ടൻ താഴ്ത്തിയിട്ട് ഇതെല്ലാം ഉള്ള മക്കളാണെന്ന് പറഞ്ഞിട്ട് ബെഡിൽ കയറ്റി വയ്ക്കില്ല. അപ്പോൾ അതിനെല്ലാം ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഞാനും മോളും കയറി കിടന്നുറങ്ങി കേട്ടോ.